എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പ്. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പാണ് തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പ്. 2024 ICC T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ. 2024 ICC T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ്. ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ് എന്നിവരാണ് 2024 ICC T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ എന്നതാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം. അടുത്തിടെ WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? അടുത്തിടെ WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? കോളറ. അടുത്തിടെ WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ കോളറ രോഗത്തിനെതിരെയുള്ളതാണ്. ഏത് സർവകലാശാലയുടെ 103 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഏത് സർവകലാശാലയുടെ 103 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്? അലിഗഡ് യൂണിവേഴ്സിറ്റി. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ 103 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്. നിയമിതയായത് നൈമ ഖാത്തൂനാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാൽ ഏത് മണ്ഡലത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാൽ ഏത് മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു? സൂറത്ത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാൽ സൂറത്ത് മണ്ഡലത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. കണ്ണൂരിലെ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്? 2024 ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമാണ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. 2024 ഏപ്രിലിൽ ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം. 2024 ഏപ്രിൽ ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം കുവൈറ്റ്.
കുവൈറ്റാണ് 2024 ഏപ്രിലിൽ ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനി. രാജാ രവിവർമ്മ വരച്ച ചിത്രമായ മോഹിനിയാണ് അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയത്. ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. ചൈനയാണ് ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയത്. അടുത്തിടെ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം. അടുത്തിടെ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമോണിക്ക. ലിറ്റ്സിയ വാഗമോണിക്ക എന്ന പുതിയ ഇനം സസ്യമാണ് അടുത്തിടെ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയത്. ലോക പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ താരം. ലോക പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ താരം നൊവാക് ജോക്കോവിച്ച്. സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ചാണ് ലോക പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന പ്രായം കൂടിയ താരം. ആർച്ചറി ലോകകപ്പിൽ പുരുഷ റിക്കർവ് ഇനത്തിൽ സ്വർണം നേടിയ രാജ്യം. ആർച്ചറി ലോകകപ്പിൽ പുരുഷ റിക്കർവ് ഇനത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യ. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയാണ്. ഇന്ത്യയാണ് ആർച്ചറി ലോകകപ്പിൽ പുരുഷ റിക്കർവ് ഇനത്തിൽ സ്വർണം നേടിയ രാജ്യം. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 1-ാം സ്ഥാനം നോർവേയ്ക്കാണ്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 159-ാം സ്ഥാനമാണ്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ പോൾ മണലിൽ. ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. 2024 ഏപ്രിലിൽ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് വോയേജർ 1 ഭൂമിയിലേക്ക് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്? 2024 ഏപ്രിലിൽ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് വോയേജർ 1 ഭൂമിയിലേക്ക് വിവരങ്ങൾ പങ്കുവച്ചത്? 5 മാസങ്ങൾക്ക് ശേഷം. 5 മാസങ്ങൾക്ക് ശേഷമാണ് 2024 ഏപ്രിൽ വോയേജർ 1 ഭൂമിയിലേക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി. എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. ISPS കോഡ് ലഭിച്ചതിനു ശേഷം ബേപ്പൂർ തുറമുഖത്തെത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ. ISPS കോഡ് ലഭിച്ചതിന് ശേഷം ബേപ്പൂർ തുറമുഖത്തെത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ ലോഹൻക. ലോഹൻക എന്ന വിദേശ വിനോദയാത്രാ കപ്പലാണ് ISPS കോഡ് ലഭിച്ചതിന് ശേഷം ബേപ്പൂർ തുറമുഖത്തെത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ. ഡേറ്റ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി. ഡേറ്റ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോ. റിലയൻസ് ജിയോയാണ് ഡേറ്റ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി. 2024 നടക്കുന്ന ICC പുരുഷ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം. 2024 നടക്കുന്ന ICC പുരുഷ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് 2024 നടക്കുന്ന ICC പുരുഷ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം. 2024 ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം. 2024 ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. 2024 ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് കെനിയയിലാണ്.
അടുത്തിടെ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ ഏഷ്യൻ രാജ്യം. അടുത്തിടെ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ ഏഷ്യൻ രാജ്യം ഇറാഖ്. ഇറാഖാണ് അടുത്തിടെ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയിട്ടുള്ള ബില്ല് പാസാക്കിയ ഏഷ്യൻ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ദുബായ്. ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത്. 2024 ഗോൾഡ്മാൻ എൻവയറമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ. 2024 ഗോൾഡ്മാൻ എൻവയറമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. അലോക് ശുക്ലയാണ് 2024 ഗോൾഡ്മാൻ എൻവയറമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ജ്യോതി സുരേഖ വെന്നം. ജ്യോതി സുരേഖ വെന്നമാണ് 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം. 2024 പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ. 2024 പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറാണ് 2024 പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം. 2024 മെയ്യിൽ ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട സംസ്ഥാനം. 2024 മെയ്യിൽ ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട സംസ്ഥാനം കേരളം. കേരളമാണ് 2024 മെയ്യിൽ ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട സംസ്ഥാനം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. റഷ്യയാണ് 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം. 2024 ഏപ്രിലിൽ സെങ് ഖിലാങ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. 2024 ഏപ്രിലിൽ സെങ് ഖിലാങ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. മേഘാലയയാണ് 2024 ഏപ്രിലിൽ സെങ് ഖിലാങ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻറ്റർ. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻറ്റർ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം. തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്ന കോൾ സെൻറ്ററാണ് നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻറ്റർ. മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ്. മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് SAT തിരുവനന്തപുരം. SAT തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ് മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സണായി ചുമതലയേറ്റത്. കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സണായി ചുമതലയേറ്റത് വിമല വിജയഭാസ്കർ. വിമല വിജയഭാസ്കറാണ് കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സണായി ചുമതലയേറ്റത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരത്തിന് അർഹമായത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരത്തിന് അർഹമായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഊരാളുങ്കൽ
ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചത്? ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം? ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. ഷെയ്ൻ വാട്സനാണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. കുസാറ്റിലെ മറൈൻ ബയോളജി വകുപ്പിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി? കുസാറ്റിലെ മറൈൻ ബയോളജി വകുപ്പിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി ബാറ്റ് ലിപ്സ് ചന്ദ്രയാനി. ബാറ്റ് ലിപ്സ് ചന്ദ്രയാനിയാണ് കുസാറ്റിലെ മറൈൻ ബയോളജി വകുപ്പിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത? ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി. ആർ വൈശാലിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയാണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ? ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ഷാലിമ ടെറ്റെ. ഷാലിമ ടെറ്റെയാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ. സ്പെയിനിലെ ലാസ് പാൽമാസ് ഗ്രാൻ കനാറിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം? സ്പെയിനിലെ ലാസ് പാൽമാസ് ഗ്രാൻ കനാറിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം പാരഡൈസ്. സംവിധാനം പ്രസന്ന വിതാനകെ. ശ്രീലങ്കൻ സംവിധായകനായ പ്രസന്ന വിതാനകയുടെ പാരഡൈസ് ആണ് സ്പെയിനിലെ ലാസ് പാൽമാസ് ഗ്രാൻ കനാറിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. അടുത്തിടെ അന്തരിച്ച വിഖ്യാത തമിഴ് ചലച്ചിത്ര പിന്നണി ഗായിക? അടുത്തിടെ അന്തരിച്ച വിഖ്യാത തമിഴ് ചലച്ചിത്ര പിന്നണി ഗായിക ഉമാ രമണൻ. ഉമാ രമണനാണ് അടുത്തിടെ അന്തരിച്ച വിഖ്യാത തമിഴ് ചലച്ചിത്ര പിന്നണി ഗായിക. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI വാർത്താ അവതാരിക? ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI വാർത്താ അവതാരക സന. സന എന്ന AI വാർത്താ അവതാരകയാണ് ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ? ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ ചാൻഡീസ് വിൻഡി വുഡ്സ്, മൂന്നാർ. മൂന്നാറിലെ ചാൻഡീസ് വിൻഡി വുഡ്സ് ഹോട്ടലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്? 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഗുവാഹത്തി. ഗുവാഹത്തിയാണ് 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.